is with the devil. ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഏകദേശം ആളുകൾക്ക് എൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തായാലും പറയുകയാണ്, കാലിക്കറ്റുള്ള അപ്സര തിയേറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മാജിക് ഫ്രെയിം അപ്സര തിയേറ്റർ. അപ്പോൾ കേൽറ്റോ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഈ അപ്സര തിയേറ്ററിൻ്റെ ഈ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ട പോലെ അല്ലെങ്കിൽ ഒരു ജയിൽ പോലെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ അപ്സര 70mm എന്ന് വലിയൊരു ബോർഡ് കാണാം. അത് കാണുമ്പോണ്ടല്ലോ, ഈ 70mm സ്ക്രീനൊക്കെ അപൂർവങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു ഫ്രെയിം, ഇങ്ങനെ ഒരു കോട്ട അല്ലെങ്കിൽ ജയിൽ പോലത്തെ ഒരു ഫ്രെയിം കേരളത്തിൽ വേറെ തിയേറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അപ്സര 1971 എന്നുള്ള വലിയൊരു ബോർഡ് ഏറ്റവും ടോപ്പിൽ കാണാം. അത് പണ്ടും അപ്സരയിൽ തന്നെ നിലനിന്നിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് മധു, സത്യൻ, മോഹൻലാൽ, അങ്ങനെ പണ്ടത്തെ ലെജൻഡ് ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് മാജിക് ഫ്രെയിം അപ്സര എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. 4K 3D ഡോൾബി അറ്റ്മോസ് എന്ന എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ലുക്കിലാണ് മാജിക് ഫ്രെയിം അപ്സര ഇപ്പം റിനോവേഷനൊക്കെ കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഒരു വർഷങ്ങൾക്ക് മുന്നേ ഈ മൊത്തത്തിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അത് കോഴിക്കോടിലെ സിനിമാ പ്രേമികൾക്ക് വളരെയധികം സങ്കടത്തിലാഴ്ത്തിയിരുന്ന ഒരു നിമിഷമായിരുന്നു. അതിനുശേഷമാണ് മാജിക് ഫ്രെയിം അപ്സര ഏറ്റെടുക്കുകയും റിനോവേഷനൊക്കെ കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയൊരു തിയേറ്ററിൻ്റെ മുന്നിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ഒരു തിയേറ്റർ പ്രേമി എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മാജിക് ഫ്രെയിമിൻ്റെ ഒരു പുതിയ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ലെജൻഡ് ആക്ടേഴ്സിൻ്റെ കുറേ ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് എൻട്രൻസ്, ഇതിലൂടെയാണ് നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രൻസ് ഒക്കെ വരുന്നത്. അവിടെയാണ് നമുക്ക് ബോക്സ് ഓഫീസ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നേരെ ബോക്സ് ഓഫീസിലേക്ക് പോകാം. ബോക്സ് ഓഫീസിന് മുന്നിൽ ഇങ്ങനെ നമുക്ക് വെറുതെ ഇരുന്ന് ഇവിടെയൊക്കെ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞെങ്കിൽ പണ്ടത്തെ സിനിമ, ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ലേലം, തകര, അതേപോലെ ഒരു വടക്കൻ വീരഗാഥ, രാജമാണിക്യം, അങ്ങനെ കിലുക്കം, അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ കളിച്ച സ്ഥലമാണ് അപ്സര തിയേറ്റർ. അപ്പം അതിൻ്റെയൊക്കെ ഇവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോക്സ് ഓഫീസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് പാണ്ടർ എന്ന് പറയുന്നത് ടിക്കറ്റ് ന്യൂ ആണ്. പേടിഎമ്മിൻ്റെ അതിൻ്റെ ഓൺലൈൻ ആപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാൽക്കണി 150, ഫസ്റ്റ് ക്ലാസ് 150, റിസർവേഷൻ ചാർജ് 20, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ 0495 31 00 863 ആ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ നമുക്ക് ഉള്ളിലോട്ട് പോകാം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഈ എൻട്രൻസ് വഴിയാണ് നമുക്ക് പോകേണ്ടത്, ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകേണ്ടത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഫേ അറ്റ് മാജിക് ഫ്രെയിം എന്ന കോമൺ ബോർഡും കൊടുത്തിട്ടുണ്ട്. അതൊരു യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതവിടെ ചെറിയൊരു പെയിൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയ 2-3 സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് ഇതാ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്ന ഈ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഡോൾബി അറ്റ്മോസ് എന്നുള്ളൊരു ലൈറ്റ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പുതിയ രീതിയിൽ വരുന്ന ഒരു കുഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ മൾട്ടിപ്ലക്സിലൊക്കെ ഈ രീതിയിലാണ് കൊടുത്തു വരാറ്. ബാൽക്കണിയിലേക്ക് ആ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പോകാം. അതേപോലെ തന്നെ ഈ റാമ്പ് വഴി നമുക്ക് കയറി പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാജിക് ഫ്രെയിം അപ്സരയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മാജിക് ഫ്രെയിം അപ്സരയിൽ 2 ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്സും രണ്ടാമത് ബാൽക്കണിയുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ എൻ്റെ പുറകിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര ഓഡിറ്റോറിയം അല്ലേ, അടിപൊളിയായി നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വലിയ ഓഡിറ്റോറിയം. എന്ത് മനോഹരമാണല്ലേ. ഇത്രയും വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ സിനിമ കാണുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പവും സീറ്റുകളുടെ എണ്ണവും അതേപോലെ സ്ക്രീനിൻ്റെ സൈസൊക്കെ നമ്മളെ അത്രക്കും അമ്പരിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ക്ലാസ് ഓഡിറ്റോറിയത്തിൽ 795 സീറ്റൊക്കെയാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ 150 രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സീറ്റിലേക്ക് ഇരുന്ന് ഇങ്ങനെ പുറകോട്ട് ചാഞ്ഞിരുന്ന് നമ്മളെ പുതിയൊരു മോഡൽ പുഷ് ബാക്ക് സീറ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ തലയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമുക്കിവിടെ മാജിക് ഫ്രെയിം എന്നൊരു വൈറ്റ് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മളെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നീല കളറിലെ സീറ്റാണ് വരുന്നത്. റെഡ് ഡോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചാഞ്ഞിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ സിനിമകളൊക്കെ കളിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്ക്. പഴയ ലേലം, കിലുക്കം, സൂര്യമാനസം, കമ്മീഷണർ ഒന്ന് ചിന്തിച്ച് നോക്കി. അത്രക്കും അടിപൊളിയായിരിക്കും. ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ 1000-ഓളം സീറ്റിൽ വരുന്ന ഈ ഓഡിറ്റോറിയത്തിൽ
ഫാൻസിൻ്റെ കൂടെ അല്ലാണ്ട് സാധാ ജനങ്ങളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോഴുള്ള ആ ഓളമൊക്കെ ഉണ്ടല്ലോ അറിയിക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ആർത്തിരമ്പി ഇത്രയും വലിയ സ്ക്രീനിൽ സിനിമ കണ്ട് ഉല്ലസിക്കുന്ന ഒരു സീനൊക്കെ എന്നാലോചിച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ കർവ് മോഡലാണ് കേട്ടോ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഇങ്ങനെ വൃത്താകൃതിയിൽ അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങോട്ടിങ്ങനെ അത്യാവശ്യം പുറകോട്ടൊക്കെ വരുന്നുണ്ട്. പുതിയ മോഡൽ പുഷ് ബാക്ക് സീറ്റ് പോലെയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല കർവ് മോഡലാണ് ഈ സീറ്റൊക്കെ. അപ്പം 2 തരത്തിലാണ് ഇവിടെ വഴികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് 2 മോഡലാണ് ഈ വഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമയൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ 2 വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇറങ്ങിപ്പോകാനൊക്കെ കയറി വരാനൊക്കെ വളരെ എളുപ്പത്തിനാണ് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം ആയതുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കർട്ടൻ റൈസറുണ്ട്, വേർട്ടിക്കട്ട് കർട്ടൻ റൈസറാണ്. അതിന് കണ്ടാൽ നമുക്ക് രോമാഞ്ചം വരും. അത് ഇങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ല. നമുക്കതൊന്ന് കണ്ടാലോ. കർട്ടൻ റൈസറും കണ്ട്, അതേപോലെ തന്നെ ആ ഡോൾബിൻ്റെ ട്രെയിലറും കണ്ട്. അടിപൊളി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി എഫക്റ്റ്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനൊക്കെ ഇവിടെ വലിയ വിശാലമായ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്നെക്കാട്ടും കുറച്ചും കൂടെ ഹൈറ്റിലാണ് ഇതിൻ്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെയാണ് ഇങ്ങനെ കർവ് മോഡൽ അസാധ്യമായ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ മാജിക് ഫ്രെയിമിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാജിക് ഫ്രെയിം റെഡ് കളറിലും അപ്സര എന്നുള്ളത് ഒരു യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് കാണിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഈ ഒരു ഭാഗത്ത് മേലെ നിന്ന് താഴോട്ടേക്ക് റെഡ് കളറിലെ LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ 2 വശങ്ങളിലായിട്ട് മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ കോമൺ കളർ പാറ്റേൺ ആയ
റെഡ്, ഗ്രീൻ, യെല്ലോ കളറിലാണ് സ്പോട്ട് ലൈറ്റും അതേപോലെ തന്നെ സ്ക്വയർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഈ തിയേറ്ററിനെ വളരെ മനോഹരമാക്കി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അപ്സര തിയേറ്ററിനെ വേറെ ഒരു മാറ്റവും വരുത്താണ്ട് അത്യാവശ്യം LED വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മാനേജ്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. ഒരു റാമ്പ് കാണാം. ഈ റാമ്പ് വഴിയാണ് മാജിക് ഫ്രെയിമിൻ്റെ ബാൽക്കണിയിലേക്ക് പോകുന്നത്. എത്ര ജനങ്ങൾ കയറി ഇറങ്ങിയ റാമ്പായിരിക്കും അല്ലേ? എത്ര ഹിറ്റ് സിനിമകൾ കളിച്ച് ജനങ്ങൾ ഇറങ്ങിപ്പോയ റാമ്പായിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇവിടെ പെയിൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലിറ്റിൽ സ്റ്റീഫൻ്റെ ഈ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം ഉണ്ടല്ലോ, ആ എംബ്ലത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എല്ലാ സിനിമാ നടന്മാരുടെയും എംബ്ലമൊക്കെ ഇവിടെ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്ക് ഓരോ സൂപ്പർ സ്റ്റാറിൻ്റെ അല്ല, സാധാ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ അതിന് നടുക്ക് പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ നമ്മളെ ഇതിൻ്റെ ഈ ചുമരിൻ്റെ മേലെ ഓരോ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 2 ഡോറ് കാണാം. അതിൽ ഒരു ഡോറ് വഴിയാണ്, ആ ഡോറ് വഴിയാണ് സെക്കൻഡ് ക്ലാസ്സിലേക്കല്ല, ആ ഡോറ് വഴിയാണ് ബാൽക്കണിയിലേക്ക് കയറുന്നത്. പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു കുഷ്യനോട് കൂടിയ ചെറിയൊരു ഇരിപ്പിടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പെയിൻറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്സര ഏറ്റെടുത്തതിന് ശേഷം അത്യാവശ്യം പെയിൻറ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ മൾട്ടിപ്ലക്സിലുള്ള പോലെ തന്നെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള വാതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ താഴെ മൊസൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സാധാ നോർമൽ രീതിയിലുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ചെറിയൊരു കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു പഴയ തിയേറ്ററിലെ തനതായ രീതിയിലുള്ള ആ ഒരു സെറ്റപ്പ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാജിക് ഫ്രെയിം അപ്സരേൻ്റെ ബാൽക്കണി എത്തിയിരിക്കുകയാണ്. 210ഓളം സീറ്റ് വരുന്ന ഈ ബാൽക്കണി അടിപൊളിയല്ലേ? നല്ല സെറ്റപ്പ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൊത്തം കർവ് മോഡലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ താഴെ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഒരു പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വൈറ്റ് മാജിക് ഫ്രെയിം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്, സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് കളറിലാണ് ഹെഡ് വെക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഈ ലോബീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബാൽക്കണീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർവ് മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കർവ് മോഡൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ രീതിയിലാണ് വരുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഫ്രണ്ടിലിരുന്ന് സിനിമ കാണുന്ന ആൾക്കാർക്ക് യാതൊരു പ്രയാസവും കൂടാതെ നമുക്ക് നേരിട്ട് തന്നെ സിനിമ കാണുന്ന ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ സ്ക്രീനിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 57-25 വരുന്ന സിൽവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ അപ്സര തിയേറ്ററിൽ സൗണ്ട് സിസ്റ്റം നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു തിയേറ്റർ ആയതുകൊണ്ട്, കോഴിക്കോട് തന്നെ ഏറ്റവും വലിയ തിയേറ്റർ ആയതുകൊണ്ട് സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇവിടെ ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. മാജിക് ഫ്രെയിം ഏറ്റെടുത്തതിന് ശേഷമാണ് ഡോൾബി അറ്റ്മോസ് ആക്കിയത്. ഡോൾബി അറ്റ്മോസിന് സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് JBLൻ്റെ സ്പീക്കറാണ്. നമുക്കിവിടെ വലിയൊരു സബ് വൂഫറും കാണാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ സ്പീക്കറൊക്കെ ഈ ചുമരിലേക്ക് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. നല്ല അടിപൊളി ഒരു ശബ്ദ സംവിധാനമാണ് ഈ മാജിക് ഫ്രെയിം അപ്സരയിൽ. അപ്പം പഴയ അപ്സര തിയേറ്ററിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു പണ്ടത്തെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് മാജിക് ഫ്രെയിം റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ പഴയ തടിയിൽ തീർത്ത ഒരു റീല് പോലെ തന്നെ ഏറ്റവും അങ്ങ് അവസാനം വരെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്കാണ് ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്തിട്ട്. ഇപ്പോഴൊക്കെ പുതിയ മോഡലിങ്ങത്തെ സംഭവങ്ങളൊന്നും കണ്ടുവരാറില്ല. പക്ഷേ എന്നാലും പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അപ്സരയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിലേക്ക് മൊത്തത്തിലൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ താഴോട്ട് നോക്കി നോക്കൂ, ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മൊത്തത്തിൽ പുറകുന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുക. ഇപ്പോൾ കർട്ടനൊക്കെ താത്തിയിരിക്കുകയാണ്. കർട്ടൻ്റെ ഏറ്റവും തൊട്ട് താഴെ മാജിക് ഫ്രെയിം അപ്സര എന്നുള്ള വലിയൊരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. 2 സൈഡിലും മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ ഓഡിറ്റോറിയം, കോഴിക്കോടത്തെ ഇത്രയും വലിയൊരു സിനിമ തിയേറ്റർ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ അപ്സര തിയേറ്ററിൻ്റെ പ്രൊജക്ട് റൂമിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ഓപ്പറേറ്റർമാരുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ബോസേ നമസ്കാരം. എന്താ പേര് വരുന്നത്? ഹരിയാണ്. ഹരി എന്നാണ് പേര്. ഓക്കെ, എന്താ പേര് വരുന്നത്? യദു. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മാസമായിട്ടുള്ളൂ. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ മാജിക് ഫ്രെയിമിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പം അപ്സരയിൽ വന്നിട്ട് 1 വർഷം. അതിന് മുമ്പേ 16 വർഷം ഇവിടെ പെർമനൻറ്റ് സ്റ്റാഫായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു? ഓ, സുഖമായിട്ട് പോകുന്നു. ഇപ്പം ഈ അപ്സരയിൽ ഇപ്പോൾ 4K പ്രൊജക്ടറാണ് 2K പ്രൊജക്ടറാണ് വരുന്നത്? 4K ആണ്. UFOൻ്റെ 4K പ്രൊജക്ടറാണ്. ക്രിസ്റ്റി 4230. അപ്പം ബാക്കി സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സൗണ്ട് നമുക്ക് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് JBLൻ്റെ സ്പീക്കറാണ്. പിന്നെ ആംപ്ലിഫയർ വരുന്നത് നമുക്ക് QSയും ക്രൗണുമാണ്. അപ്പോൾ നമുക്ക് അപ്സരയിൽ UFO ആണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് വഴിയാണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണോ, എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഇൻ്റർനെറ്റ് വഴിയാണ്. ഇൻ്റർനെറ്റ് വഴി ഇത് കയറിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക.
ഇത് പിന്നെ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യും. ആ അപ്പോൾ നിങ്ങൾക്ക് സിനിമ ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിൽ പരസ്യവും കാര്യങ്ങളൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ സമീപിക്കണം, അല്ലെങ്കിൽ UFOനെ സമീപിക്കേണ്ടി വരും? UFOനെ സമീപിച്ചാൽ. ആ ഇവിടെ പ്രൊജക്ടർ 4K എന്ന് പറഞ്ഞല്ലോ, ലേസറാണോ ലാമ്പാണോ വരുന്നത്? നമുക്ക് ലാമ്പാണ്. എത്ര മണിക്കൂറോളം ലാമ്പിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ നിൽക്കാറുണ്ട്? നമുക്കിതൊരു 900-1000 മണിക്കൂറിനടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലാമ്പ് മാറ്റണം. സാധാരണ ഇതിന് നമ്മളാണോ മാറ്റുന്നത്, അല്ലെങ്കിൽ പുറമേ ആൾ വരും? നമുക്ക് മാറ്റാം. പക്ഷേ നമ്മളിപ്പം ഇവരെ ടെക്നിക്കൽ എഞ്ചിനീയർമാരോട് പറഞ്ഞിട്ട് UFOൻ്റെ എഞ്ചിനീയർമാരോട് അവരാണ് വന്ന് മാറ്റാം. അപ്പോൾ മാജിക് ഫ്രെയിം അപ്സരേൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് വരുന്നത്. കോഴിക്കോടിലെ 90% ആളുകളും ഇവിടെ വന്ന് സിനിമ കണ്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ മാജിക് ഫ്രെയിം ഏറ്റെടുത്തതിന് ശേഷം നിങ്ങളുടെ സിനിമ കണ്ടതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ KL2 ഡയറീസിൻ്റെ സിനിമാ വിശേഷം തീരുന്നില്ല. പുതിയൊരു വിശേഷമായി അടുത്ത തിയേറ്ററിൽ കാണാം.